ലോകത്തെ വിസ്മയിപ്പിക്കുന്ന തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രത്തെക്കുറിച്ച് നമുക്കെല്ലാം അറിയാം. എന്നാൽ ആ പത്മനാഭന്റെ മൂലസ്ഥാനമായി കരുതപ്പെടുന്ന ഒരു അത്ഭുത ക്ഷേത്രമുണ്ട്. കാസർകോട്ടെ കുമ്പളയ്ക്കടുത്തുള്ള ഈ ഒരു വലിയ തടാകമധ്യത്തിൽ ഒളിഞ്ഞിരിക്കുന്നത് അവിശ്വസനീയമായ രഹസ്യങ്ങളാണ്. ഈ തടാകത്തിനുള്ളിൽ ക്ഷേത്രത്തിന് കാവലായി ഒരു മുതലയും. ഇത് അനന്തപുരം തടാകക്ഷേത്രം. ഈ ക്ഷേത്രത്തെ പ്രശസ്തമാക്കുന്നത് ഇവിടുത്തെ വാസ്തുവിദ്യയോ ഐതിഹ്യങ്ങളോ ഒന്നുമല്ല, വർഷങ്ങളായി ലോകത്തെ വിസ്മയിപ്പിക്കുന്ന ചില നിഗൂഢതകളാണ്. സാധാരണ ക്ഷേത്രങ്ങളിലെ പോലെ ശിലയിലോ ലോഹത്തിലോ മരത്തിലോ ഒന്നുമല്ല ഇവിടുത്തെ വിഗ്രഹം നിർമ്മിച്ചിരിക്കുന്നത്. 108ഓളം പ്രകൃതിദത്ത അത്യപൂർവ ഔഷധക്കൂട്ടുകൾ ഉപയോഗിച്ച് ഒരു മനുഷ്യ ശരീരത്തിന് തുല്യമായി കടുശർക്കരയോഗമെന്ന പ്രത്യേക മിശ്രിതം കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. വറ്റാത്ത നീരുറവകൾക്കും വന്യമായ പ്രകൃതിക്കും നടുവിൽ നൂറ്റാണ്ടുകളായി ക്ഷേത്രത്തിന് കാവൽ നിൽക്കുന്ന ജീവനുള്ള ഒരത്ഭുതമാണ് ബാബിയ എന്ന മുതല. ഒരു മുതല എങ്ങനെ സസ്യഭുക്കാകും എന്ന ചോദ്യത്തിന് ലോകത്തിന് നൽകാൻ കഴിയുന്ന ഏക ഉത്തരവുമാണ് ബാബിയ. ക്ഷേത്രത്തിലെ നിവേദ്യച്ചോറും പായസവും മാത്രമാണ് ഇതിന്റെ ആഹാരം. നാളിതുവരെ ഇത് ആരെയും ഉപദ്രവിച്ചിട്ടുമില്ല. ഐതിഹ്യപ്രകാരം ബാലനായ പത്മനാഭസ്വാമി കളിച്ചു നടന്ന ഇടമാണിത്. ക്ഷേത്രത്തിന്റെ വടക്കുകിഴക്ക് ഭാഗത്തായി ഒരു നിഗൂഢ ഗുഹയുമുണ്ട്. വില്ലുമംഗലം സ്വാമിയാരും ദിവാകരമുനികളുമൊക്കെയായി ബന്ധപ്പെട്ട ഐതിഹ്യങ്ങൾ പ്രകാരം ബാലരൂപത്തിൽ ഇവിടെ എത്തിയ ഭഗവാൻ സ്വാമിയാരുമായി വഴക്കിട്ട് ഈ ഗുഹയിലൂടെ അപ്രത്യക്ഷനായി. സ്വാമിയാർ ആ ദിവ്യബാലനെ പിന്തുടർന്നു പോയ രഹസ്യപാതയാണത്ര ഇത്. പിന്നീട് ആ ബാലൻ സ്വാമിയാർക്ക് മുൻപിൽ പ്രത്യക്ഷനായത് അങ്ങ് തിരുവനന്തപുരത്തെ ആനന്ദൻകാട്ടിലായിരുന്നു അത്രേ. തിരുവനന്തപുരത്തെ പത്മനാഭസ്വാമിയുടെ ഐതിഹ്യം അവിടെ നിന്നും തുടങ്ങുന്നു.